أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. സദഖല്ലാഹുൽ അളീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻശിഖാഖിലെ 22, 23, 24, 25 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ. ബൽ എന്നാൽ, അല്ലദീന കഫറു സത്യനിഷേധികളായ ആളുകൾ, യുകദ്ദിബൂൻ അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിക്കൊണ്ടിരിക്കുകയാണ്, തള്ളിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാഹു അഅലമു അള്ളാഹുവിനറിയാം, ബിമാ യുഊൻ അവരുടെ ഉള്ളിൽ ഉള്ളത് എന്താണ് എന്ന്, അവർ രഹസ്യമാക്കി വെച്ചത് എന്താണ് എന്ന് അള്ളാഹുവിനറിയാം. ഫബശ്ശിർഹും അതുകൊണ്ട് നീ അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ബിഅദാബിൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച്, ബിഅദാബിൻ ഒരു ശിക്ഷയെ സംബന്ധിച്ച്, അലീമുൻ വേദനിപ്പിക്കുന്ന. ഇല്ലല്ലദീന ആമനു വിശ്വസിച്ചവർ ഒഴിച്ച്, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴിച്ച്, ലഹും അവർക്കുണ്ട്, അജ്റുൻ പ്രതിഫലം, ഗൈറു മംനൂൻ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. സൂറത്തുൽ ഇൻശിഖാഖിലെ കഴിഞ്ഞ ആയത്തുകൾ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്തമന ശോഭയെയും രാത്രി അത് ഉൾക്കൊള്ളുന്ന, അത് കൊണ്ടുവരുന്ന മുഴുവൻ വസ്തുക്കളെയും വെച്ചുകൊണ്ടും, ചന്ദ്രൻ പൂർണ്ണതയിലേക്ക് വരുന്ന ആ സന്ദർഭത്തെ വെച്ചുകൊണ്ടും, ലതർക്കബുന്ന തബഖൻ തബഖ് നിങ്ങൾ പടിപടിയായി നിങ്ങൾ കയറിപ്പോകും, കയറിപ്പറ്റും എന്ന വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടും, എന്തുകൊണ്ടാണ് അവർ സത്യനിഷേധികൾ വിശ്വസിക്കാത്തതെന്നും, ഖുർആൻ ഓതുന്ന സമയത്ത് അവർക്ക് എന്താണ് സുജൂദ് ചെയ്യാൻ കഴിയാത്തതെന്നും പറഞ്ഞുകൊണ്ടാണ് നിർത്തിയിരുന്നത്. അതിനുശേഷമുള്ള ആയത്തുകളാണ് ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ. എന്നാൽ കാഫിറുകൾ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കൊണ്ടേയിരിക്കും. ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ. വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള തെളിവുകൾ കിട്ടിയാലും, എന്തു തന്നെയായാലും ഇത് സംഭവിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിലും, സ്വാർത്ഥ താല്പര്യങ്ങൾ, ദുനിയാവിലെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ ഈ പറഞ്ഞ വിശ്വാസത്തിലേക്ക് വരാൻ മടി കാണിക്കും. എന്ത് തന്നെ അവർ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാലും അവർക്ക് തോന്നില്ല വിശ്വസിക്കണം എന്നുള്ളത്. അത് അവർ ധിക്കരിച്ചുകൊണ്ട് കുറേ കൂടി മുന്നോട്ട് പോകാം എന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. വല്ലാഹു അഅലം ബിമാ യുഊൻ എന്തൊക്കെയാണ് അവർ ഉള്ളിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി, അവരുടെ ബഹുദൈവത്വത്തെ സംബന്ധിച്ച്, സത്യനിഷേധത്തെ സംബന്ധിച്ച്, ഭൗതിക താല്പര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പടച്ച തമ്പുരാന് ശരിക്കറിയാം. നമ്മളെ മുമ്പിൽ മൂടി വെക്കാനും, നമ്മളെ മുമ്പിൽ വേറെ കുറേ കാരണങ്ങൾ പറയാനും, ഞങ്ങൾക്ക് വ്യക്തമല്ല എന്ന് പറയാനും പറഞ്ഞു ഒഴിയാനൊക്കെ ശ്രമിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്താ കൊണ്ടു നടക്കുന്നത് അള്ളാഹുവിന് ശരിക്കറിയാം. നമ്മളുടെ ദൗത്യം ഈ ആൾക്കാരോട് നമ്മൾ ദൈവികമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. അത് നമ്മളുടെ ബാധ്യതയാണ്. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾക്കൊരു കുഴപ്പമില്ല. ഈ ആശയത്തിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. അന്ത്യനാളിൽ നമുക്കെതിരെ ഒരു സാക്ഷി പറയാതിരിക്കും. അഥവാ ഞങ്ങൾക്കോട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു, അള്ളാഹിൻ്റെ ദീനിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നും എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തതെന്നും അള്ളാഹുവിന് ശരിക്കറിയാം. എന്നിട്ട് അള്ളാഹു
ഒന്നുകൂടി പറയാണ്, ഇപ്പോൾ ബഷീറും അവരോട് സന്തോഷ വാർത്ത അറിയിക്കുക. ശരിക്കും സന്തോഷ വാർത്ത അല്ല ഇത്. അദാബിൻ അലിയും, വേദനയുള്ള, അതികഠിനമായ വേദനയുള്ള ശിക്ഷത വരാൻ പോകട്ടോ എന്നത് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഐറണിക്കലായിട്ടുള്ള പ്രയോഗമാണ്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് എന്താ തോന്നുന്നത്, സന്തോഷമാണോ ദുഃഖമാണോ ഇനി വരാൻ പോകുന്നത് അവർക്കറിയാം. പക്ഷേ സന്തോഷ വാർത്തയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ത്, അദാബിൻ അലിയും, ഭയങ്കര വേദനയുള്ള ശിക്ഷ കേട്ടോ വരാൻ പോകുന്നത്. ചെറിയ ശിക്ഷ ഒന്നും അല്ല കേട്ടോ, അതികഠിനമായ വേദനയുള്ള ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോകട്ടോ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അത് അവർക്ക് സന്തോഷ വാർത്ത എന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, എന്നാൽ അവരെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാരുണ്ടാവുമല്ലോ, അവർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആമനു വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ഇവിടുന്ന കുട്ടികൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്, ഇനി ഞങ്ങൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തൂല, ഇനി ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലത്തേക്കെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ടോ പൂർവ്വ ചെയ്തികൾ വെച്ചുകൊണ്ടോ ഒന്നും അയാൾക്കെതിരെ യാതൊരു നടപടിയുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഹും അജ്റുൻ ഗൈറു മംനൂൻ, കുറഞ്ഞു പോകാത്ത മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അവർക്ക് നൽകും. അവർക്ക് ശാശ്വതമായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അവർക്ക് എളുപ്പമാകും. ലഹും അജ്റുൻ, അവർക്ക് പ്രതിഫലം കിട്ടും. ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം, ഒരു സമയത്ത് തീരാത്ത പ്രതിഫലം ഈ ആളുകൾക്ക് ലഭിക്കും. ആ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആളുകളെ ക്ഷണിക്കുക. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും രക്ഷിക്കും. റബ്ബ് നമ്മളെല്ലാം സംരക്ഷിക്കട്ടെ. നമുക്ക് വന്നുപോയ എല്ലാ അപരാധങ്ങളും അള്ളാഹു പുറത്തു തന്ന് ശാശ്വത സ്വർഗത്തിൽ ഇടം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പ്രാപ്തമാക്കട്ടെ. ദുർമരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വലിയ രോഗങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.